കള്ളന്റെ ചെറുവിരൽ കൊണ്ടങ്ങമർന്നൊരാ വെള്ളി വെളിച്ചത്തിനെന്തു ചന്തം. പാടത്തുലാവിട്ട ചന്ദ്രൻ ചുള്ളനും കണ്ടില്ല ഞാൻ കിടി ഇത്ര ചന്തം. ഒരു നുണ പോലാരും അറിയാതെ ജീവിച്ചും പല പല തസ്കര ലീലകൾ കാണിച്ചും ഉടച്ചും പറിച്ചും തകർത്തും മുടിച്ചും ഇനി എന്ത് ചെയ്യും. അറിയാത്ത യന്ത്രത്തെ ചുണ്ടുവാൻ പോകാം, നാട്ടുകാർ കണ്ടാൽ നാട്ടീന്നും പോകാം. ആ പടം അതു പിന്നെ ഹിസ്റ്ററിയാകും. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഗ്രേറ്റ് സെൽഫിയുമാകും. ഉറങ്ങിയില്ല മണിയെ. വയറ് പൊരിയണാശാനെ. ആ തോർത്തെടുത്ത് വായിട്ടിട്ട് മുറിക്ക കെട്ടിയ എന്നിട്ട് കണ്ണടഞ്ഞ കിടക്ക്. കണ്ണിലൊക്കെ ഇരുട്ട് കേറുന്ന പോലെ. വിശപ്പ് സഹിക്കാൻ വയ്യ. കുടത്തിലേ വെള്ളം ഇത്തിരി കുടിച്ച ഒരാശ്വാസം കിട്ടും. പച്ചവെള്ളം കുടിച്ച് കുടിച്ച് മടുത്തു. ആഹാ, പിന്നെ ഇങ്ങനെ നിന്നോട് തോർത്ത് തലക്കുറ കേട്ടാണ് പറഞ്ഞേ. വായിട്ടത്തുറ കേട്ടാണല്ലേ. ഇടേ നിനക്ക് തീരെ അനുസരണം കേട്ടാ. വീട്ടില് പ്രാണികളിരിക്കാനാ. ഇനി ഒരുറക്കം എണീക്കുമ്പോ നിമ്മടെ പെരക്ക് ചാടി നടക്കണ പോലെ ആശനെ പാസത്തിൽ വെച്ച പൊട്ടാ അതൊന്നും കൂട്ടാന്നറിയോ നിനക്ക്? ഇവിടെ ആലുമല ദേവിയാ. ദേവി ഭക്തന്മാരെ രക്ഷിക്കാൻ പോണത്. ആ ഒച്ച കേട്ടിട്ടാണല്ലേ നീ തലവഴി മുണ്ടിട്ട് കിടക്കണ. ചെറുത എഴുത്തോറിനായാലോടെ നീ നിന്റെ അപ്പന്റെ പേര് കളയും. നാണല്ലേ. ഡാഡാ നിന്റെ അപ്പനാന്നല്ല ശരിയാ. എന്റെ മുന്നില് എന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോ. കേറു അച്ഛനെ പറ്റി കേൾക്കാത്ത ഒറ്റ കുഞ്ഞില് ഞങ്ങളുടെ ഇടയിൽ. ആശാൻ മരിച്ചിട്ട് കൊല്ലായില്ലേ. ആശാന്റെ കഥകള് ആളോട് പറഞ്ഞേക്കുമ്പോഴേ മിനിറ്റിന് സല്യൂട്ട് അടിക്കും. ആശാൻ ചേർത്തട്ട തരി തൃശ്ശൂര്. എന്നിട്ടോ ഒറ്റ കേസ് പോലും ആശാന്റെ പേരില്. പോലീസും തൊട്ടിട്ട് പോലും ഞങ്ങളുടെ ആശാനെ അറിയോ നിനക്ക്? അവ വർത്താനം പറയാ. എന്റെ ദൈവേ, ഇവരെന്നാ ഒരു മെരുതി ഉണ്ടാവാ. നീ ഒരു നല്ല കളനായി അതാവും എനിക്ക് എന്റെ ആശാനെ കൊടുക്കാൻ പറ്റിട്ട് ഉദ്ദേശിക്കുക. ഞാൻ കക്കൂല. നീ എങ്ങനെ ഇരിക്കാൻ കണ്ടിരിക്കുന്നേ നായ? നാട്ടാരുടെ കാശ് കടം വാങ്ങിട്ട് ഞാൻ ചോദിക്കണ്ട വെച്ചാ നീ ചട്ടപ്പിപ്പറമ്പിൽ കാശ് കടം വാങ്ങിട്ട. അതിപ്പോ അയലാശന്റെ മോൾക്ക് പൂരത്തിന് പോവാൻ. ആ അങ്ങനെയാണ് കളിയില്ലേ. ആശാന്റെ ഇതിനെ പോലെയല്ല. പൈലാശനോളെ എന്റെ കൈ പിടിച്ച് തരും. ആശ എനിക്ക് വാക്കുണ്ട്. മോനെ മണിയെ, നീ ഓളെ പറഞ്ഞേക്ക്. നിന്റെ നല്ലതിന് വേണ്ടി ആശാനി പറയുന്നത്. എനിക്ക് പറ്റില്ല ആശാനെ. ആശാനെ പറ്റിയ പോലെ എനിക്ക് പറ്റിയേ. ഞാൻ കെട്ടാൻ പറ്റപ്പോ പിന്നെ അടിച്ചോണ്ടവനെ പൈരി. ഞാൻ നിന്റെ അപ്പന്റെ കൂടെ കൂടിയിട്ടാ ഓൻ പണി പഠിക്കാൻ വന്ന. എന്നിട്ട് ഓളും ഇന്നലെ കണ്ട ഓന്റെ കൂടെ ഓടി. ശരിയാ, അന്നും ഇതില് കാശിലായിരുന്നു. ഇന്നത്തെ ഓന്റെ അവസ്ഥ ഉണ്ടാ. ഓന്റെ ഭാര്യ എങ്ങനെ ചത്തെന്നറിയോ നമുക്ക്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട.
ഓളും ഉണ്ട് മോള ആ ഗുണം കാണിക്കും. ഇത് ഓളുടെ തലയില് ദിവസവും മുല്ലപ്പൂ ചൂടി നടക്കും. ഇതിന് മാത്രം പൈസ എവിടുന്ന? നീ കൊടുക്കണ്ട? അപ്പഴാ സത്യം, ഞാൻ കൊടുത്തിട്ടില്ല. നീ ചട്ടമ്പിപ്പറമ്പിൽ എത്ര രൂപ വാങ്ങിച്ചത്? 5 റുപ്യ. 5 റുപ്യ? ഇതെങ്ങനെ തിരിച്ചു കൊടുക്കാനാ? വല്ലതും ഉണ്ടാ കയ്യില്? പരമു ആരാന്നറിയാ? നമ്മുടെ വയറിനുള്ളിലേ സാധനമുണ്ട്, കൊടൽമാല. കേട്ടുണ്ടാ? എന്നാ ഞാനത് കണ്ടിട്ടുണ്ട്. പരമുവിന്റെ കുത്തോണ്ടിട്ടേ ഒരു പോലീസുകാരൻ പുറത്തിയാടെ കൊടൽമാല കഴുത്തിലൂടെ ഇച്ചിട്ട് ഓടുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഇതിന് എന്തുകൊണ്ട് കൊടൽമാല എന്ന് വിളിക്കുന്നത്. തിരിച്ചു കൊടുക്കാൻ കഴിയില്ലേ? പരമുവിന്റെ കത്തി പള്ളക്കഴിക്കണ്ട. പിന്നെ നീയോളെ കെട്ടേണ്ടി വരില്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യാച്ചാനെ? നീ എന്റെ കൂടെ നിക്ക്. 4 കാശായാല് ഓള് ഓളുടെ അപ്പനെ വിളിച്ച് നിന്റെ കൂടെ ഇറങ്ങി വരും. എന്താടാ മുള്ളാൻ മുട്ടണ ആശാനൊന്നും വരും? എനിക്ക് പടം ഇത്ര വിളിച്ചു കഴിഞ്ഞാ? നീ എന്തരാമാ? നീ എവിടെയായിരുന്നു ഇത്ര നേരം? പൂരപ്പറമ്പേക്ക് ഇറങ്ങി കിടക്കായിരുന്നു. നല്ലതും പറഞ്ഞോടാ കയ്യില്. കൂട്ടുകാരനുണ്ടായിരുന്നു, ഒന്നിനും പറ്റില്ല. ആരാ? ദിവാകരന് അല്ലെങ്കിൽ ശശിയെ? ഞാൻ അറിയില്ല. എന്തുട തിന്നേ? പൊറോട്ട, ഇറച്ചി ചാണ്ടായിരുന്ന? കോഴീന്റെ ചാറ് മാത്രം. നിന്റെ ഭാഗ്യം. നിന്റെ കാശുണ്ടായിരുന്നടാ. കൂട്ടുകാരൻ വാങ്ങി തന്നാശാനെ. സഹിക്കില്ലേടാശാനെ? നീയൊന്നും അടങ്ങണ്ടവനെ. എന്നോട് നേരത്തെ പറഞ്ഞതെല്ലാം മനസ്സിലായ? നീ ഇതുപോലെ തന്നെ പോയാൽ മതി, അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കണ്ട. എന്റെ കൂടെ നിന്നാ പിന്നെ തിരിഞ്ഞു നോക്കിട്ട് വരില്ല. മുള്ളുമ്പോ ഞാൻ തീരുമാനിച്ചു ആശാനെ, ഇനി ഞാൻ ആശാന്റെ ഒപ്പം നിൽക്കും. നീ ഇപ്പഴാ ആൺകുട്ടിയായത്. എന്താ പരിപാടി ആശാനെ? പ്രത്യേകിച്ചൊന്നുമില്ല. പൂരല്ലേ, ആളുകൾ വീട്ടിലുണ്ടാവില്ല. പിന്നെ എവിടെയാണെങ്കിലും കയറാം. ഞാൻ പറയാം ആരുടെ വീട്ടിലൊക്കെ കയറണ്ടേന്ന്. അടുത്ത പ്രാവശ്യം എനിക്കൊരു പടം പിടിക്കുന്ന യന്ത്രം കൊണ്ടുതരോ? ഇവിടെ കണ്ണമ്മാഷിന്റെ മോനില്ലേ മണി, അവൻ പേശിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ടോർച്ചുള്ള സോപ്പ് പെട്ടി പോലെ, ലൈറ്റൊക്കെ കത്തും. ഇവിടെ പടം പിടിക്കാൻ പറ്റും. ഓനിവിടെ വന്നിട്ടേ എന്റെ എല്ലാ കൂട്ടുകാരെയും പടം എടുത്തു. എന്നിട്ട് എന്നെ കാണാത്ത പോന്തിരി പോക്കാ പോയി. അതെനിക്ക് കൊണ്ടുതരോ? നമ്മുടെ കണ്ണമ്മാഷിന്റെ വീട്ടിൽ പോയാലോ? മാഷ്മാൻ പേര് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. ഇന്ന് അവിടെ തന്നെ കയറാം. അത് വേണ്ട ആശാനെ, മാഷ് എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാഷിന്റെ മോനും ഞാനും ഒരേ ബെഞ്ചിരുന്ന പഠിച്ചത്. അവന്റെ പേരും മണി, എന്റെ പേരും മണി. ഇവൻ ശരിയാവില്ലേട്ടാ. നിന്നോട് നേരത്തെ പറഞ്ഞൊക്കെ മറന്നാ? ഇന്ന് നമ്മള് അവിടെ തന്നെ കയറും. നീ വരുന്നുണ്ടായില്ലേ? ഞാൻ ഉണ്ടാശാനെ. എന്നാ തോട്ടെടുത്ത ഇതുകൊണ്ടാ പെണ്ണാട്ടിട്ട് തോന്നാ. ആശാനെ പട്ടി കിട്ടെ. അതെ, എനിക്ക് ആരും വലുത്. നീ അത് കൊണ്ടേ കിട്ടോന്നേ. ദേവി കാത്തോണേ.
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഒരു മില്ലല്ലോ വിളിച്ചാൽ കൊണ്ട് ഇവനെന്തോന്ന് എടുത്തോണ്ട് വന്നു. അത് നോക്കണ മൂത്തിക്ക് മില്ലടിച്ചു. അത് പടം പിടിക്കണ യന്ത്രാണെന്നാ തോന്നണേ. അത് നിങ്ങളുടെ പടം പിടിച്ചു. കുട്ടമ്പിള്ള പോലീസ്. ഞാൻ ചെറുതാ. ഞാൻ പിടികൊടുക്കൂല. എനിക്ക് ജീവൻ വേണം. എനിക്ക് ജീവൻ മതിയാശാനെ. ഞങ്ങളോടും വിടാം. നീയും എങ്ങോട്ടും പോയിക്കോ. ടോർച്ചാ, നമുക്ക് പാടം വഴി പോവാം. രാമചേട്ടാ അറിഞ്ഞ നമ്മുടെ ചട്ടമ്പിപ്പറമ്പില്ലേ, ചട്ടമ്പിപ്പറമ്പ് വണ്ടിയായി ഇപ്പോ ഇന്നലെ പാടത്ത് കൊള്ളി പിശാചിനുണ്ടെന്ന് പറയണേ. പിന്നെ നമ്മളെ കണ്ണമ്മാഷിന്റെ വീട്ടില് കള്ളം കയറി. എന്നിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനേ അവിടെയും വരെ ഒന്ന് പോയിട്ട് വന്നിട്ട് പറഞ്ഞാട്ടോ. ഒന്നും പറയണ്ട രാമൻ ചേട്ടാ, കൊഴിഞ്ഞു ചക്ക വേണമായി കൊഴിഞ്ഞു കേറിയത് അച്ഛന്റെ ആത്മാവാന്നാ കുട്ടമ്പിള്ള പോലീസ് പറയണ. അച്ഛന്റെ ആത്മാവ് ഈ രാജാക്കന്മാരുടെ വലിയ പടമില്ലേ, അതുപോലെ ഒരു പടം വരച്ചു വെക്കണമെന്നായിരുന്നു അവരുടെ അച്ഛൻ്റെ. ഈ കണമാശന്റെ മോൻ പേർച്ചിലൊക്കെ പോയി വലിയ ആളായിട്ടല്ല വന്നേ. അവ ഒന്നും ചെയ്യാത്തോണ്ട് അച്ഛൻ തന്നെ വന്ന് പടർത്ത് പോയെന്നാണ് കുട്ടമ്പിള്ള അദ്ദേഹം പറയണത്. പടം ഇന്നലെ രാത്രിക്ക് രാത്രി തന്നെ കുട്ടമ്പിള്ള ടൗണിൽ പോയി എടുത്തോണ്ട് വന്നു. പടം ഞാൻ കണ്ടു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതാകെ മൊത്തം കല്യാണിച്ചില്ല, നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. കുട്ടമ്പിള്ള അദ്ദേഹത്തിന് പോലെ അച്ഛനെ കാണാൻ പറ്റി. ഇനിയിപ്പോ പടം ചിരിട്ട് വയ്ക്കാൻ പോവാ. എന്തിട്ടല്ലേ ഞാന് ഇത് ആ തങ്കപ്പന്റെ കടയിൽ പറഞ്ഞത്. ദേവി കാത്തു. ഞാൻ പറഞ്ഞില്ലേ ദേവി കാക്കുന്നു. ഞാൻ പോട്ടെ. അല്ല, ഇന്ന് മുല്ലപ്പൂവില്ലേ? കാലമെത്രയാകിലും വരും വസന്തമെങ്കിലും നിലാവിനാൽ വിരിഞ്ഞ പൂവെ കാത്തിടും സ്വകാര്യമായി വിടർന്ന കണ്ണുമായി ഞാൻ വ്രതങ്ങൾ നോറ്റിരുന്നിട.
താരങ്ങൾ പോൽ വിരിഞ്ഞ പൂക്കളെ കൊരുത്തു ഞാൻ പൊതിഞ്ഞു വെച്ചു പൂമണം നിനക്കായി. കാച്ചിലൂറുമീ മഞ്ഞു തുള്ളികൾക്കു താഴെയായി കൊതിച്ചു കാത്തിരുന്നു എത്ര കാലം.